Spezia Diary തട്ട് തകർപ്പൻ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ടുള്ള ഒരു സ്പെഷ്യലാണ്. ഈ റെസിപ്പിക്ക് എന്താണ് ഒരു പേരിടുക എന്ന് ഞാൻ കുറേ ആലോചിച്ചു. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേര് ഇതിന് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. എന്തായാലും വേണ്ടില്ല, ഞാനിതിനൊരു പേരിടുന്നുണ്ട്, മുട്ട പൊട്ടിത്തെറിച്ചത്. അപ്പോൾ നമുക്കിനി വീഡിയോ ഒന്ന് കണ്ടാലോ. 2 പച്ചമുളക് നടുകീറിയതിന് ശേഷം സീഡെല്ലാം എടുത്ത് കളയുക. അതിനുശേഷം നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം ചുവന്നതും പച്ചയും എടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ചെറിയൊരു കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 5 തണ്ട് സ്പ്രിംഗ് ഒനിയനും. ഇതെല്ലാം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കോഴിമുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ 4 കോഴിമുട്ടയാണ് ഈ റെസിപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഓരോ മുട്ട പൊട്ടിയതിന് ശേഷം മുട്ടയുടെ വെള്ളം മാത്രം ഒരു ബൗളിലേക്ക് ഒഴിക്കുക. അപ്പോൾ 4 മുട്ടയുടെ വെള്ള ബൗളിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുട്ടയുടെ മഞ്ഞക്കുരു വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കുക. ഇനി ഇത് രണ്ടും നല്ല പോലെ അടിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ മുട്ടയുടെ വെള്ളയും മഞ്ഞക്കുരും നല്ല പോലെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കുക. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഓയിലിൽ ചെറിയ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ ചെറിയ തീയാക്കി കൊടുക്കുക. അതിനുശേഷം അടിച്ചു വെച്ചിട്ടുള്ള മുട്ട എടുത്തിട്ട് കുറേശ്ശെയായിട്ട് എണ്ണയിലേക്ക് ഒഴിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഇളക്കുന്നത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അതേപോലെ തന്നെ ഇത് കൂടുതൽ നേരം ഫ്രൈ ചെയ്യാനും പാടില്ല. മുട്ട ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം 3 സെക്കൻഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. നിങ്ങൾ കഴിയുന്ന അത്രയും എണ്ണ ഡ്രൈൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ വെള്ളയുടെ ഭാഗം ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ കൊണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരേ സൈഡിലേക്ക് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. മുട്ടയുടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ 3 സെക്കൻഡ് മാത്രം കുക്ക് ചെയ്യുക. ഇനി ഇത് നമുക്ക് കോരിയെടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങളിത് ചെയ്യുമ്പോൾ മാക്സിമം എണ്ണ കളഞ്ഞതിന് ശേഷം മാത്രം പ്ലേറ്റിലേക്ക് മാറ്റുക. ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് മാക്സിമം എണ്ണ ഒപ്പിയെടുക്കുക. ഞാനിവിടെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് മാക്സിമം എണ്ണ ഒപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെക്കാം. പാൻ ചൂടായാലും ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഒരു 4 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്യുക. അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഇതിലേക്ക് ചേർക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർക്കുക. വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ചേർത്ത് കൊടുക്കുക. എഗ്ഗ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കുക. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ ചേർക്കുക. സ്പ്രിംഗ് ഒനിയൻ ചേർത്തതിന് ശേഷം 1 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ആ 1 മിനിറ്റ് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ മുട്ട പൊട്ടിത്തെറിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഫുഡ് തന്നെയല്ലേ. സിമ്പിളായിട്ടുള്ളൊരു സിഗ്നേച്ചർ ഡിഷാണിത്. വെറൈറ്റി റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് എനിക്ക് ഷെയർ ചെയ്യണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യണം. ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പികളുടെ വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. It's me, Thahir, Spezia Diary, signing off. Bye.